ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ട് ഒരു ഇഞ്ചി ചമ്മന്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാരും ഇന്നേ വരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഒരു മുറി തേങ്ങ ഞാൻ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 കുഞ്ഞുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ള ചമ്മന്തിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മുളക് പൊടി എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഇതിനൊന്ന് പേസ്റ്റ് പോലെ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ കടുകിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ പൊട്ടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി ഇതാ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇഞ്ചി ചമ്മന്തിയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് നമ്മുടെ വെള്ളയപ്പത്തിനും അതുപോലെ തന്നെ ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചമ്മന്തിക്കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളാരും ഇന്നേ വരെ എൻ്റെ ചങ്ങായി വ്ലോഗ്സ് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് വ്യൂവും കാര്യങ്ങളും ഒക്കെ കുറവായിട്ടിരിക്കുന്ന സമയമാണ്. എന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തിക്കറി ഇതാ ഇവിടെ ഏതാണ്ടൊക്കെ ഒന്ന് റെഡിയായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ആയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. തിളയ്ക്കാനായിട്ട് പാടില്ല. നമ്മുടെ ചമ്മന്തിക്കറി തിളപ്പിക്കത്തില്ലല്ലോ. തിളപ്പിച്ചാൽ ഇത് പിരിപിരായിപ്പോൾ പിരിഞ്ഞു പോയൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്നൊക്കെ മാറ്റി ചൂടോടുകൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റേഷനായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം ഉള്ള ഒരു വീഡിയോസ് എനിക്ക് കയറി പോകുന്നില്ല. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ടുള്ള യാത്രയിൽ തുടരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ. ടാറ്റാ.